ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ കറി. സിമ്പിൾ ആണെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കറിക്ക് വേണ്ടി ഞാൻ വലിയൊരു സൈസ് കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറിയൊരു ക്യാരറ്റും പിന്നെ ഒരു ഇടത്തരം സവാളയും പിന്നെ 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പേർക്കുള്ള കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറഞ്ഞ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധനങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ അരിഞ്ഞെടുത്ത കഷ്ണങ്ങളെല്ലാം ഞാൻ ചെറിയൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നുമില്ല കേട്ടോ. ആകപ്പാട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിലും പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കഷ്ണം കിടക്കുന്നതിൻ്റെ ആ നെഗരെ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ പ്രഷർ വരുന്ന സമയത്ത് അത് തെറിച്ച് വെളിയിൽ പോകും. അപ്പം നെഗരെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ 2-3 വിസിലടിക്കുമ്പോൾ തന്നെ ആ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിയും. ഇനി നമുക്കിത് താളിക്കാൻ വേണ്ടി എടുക്കാം. ആദ്യം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, തെറിക്കരുത്. ഇപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ചൂടെണ്ണയ്ക്കകത്തോട്ട് ഈ വെള്ളം എല്ലാം ഒഴിക്കുമല്ലേ, തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പം മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറി തിളയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. അപ്പം ഇനി കുറുകണമെന്നുണ്ടെങ്കിൽ ഇനി കുറുക്കിയെടുക്കാം. പക്ഷെ ഞാൻ കുറച്ച് വെള്ളം പോലെയാണ് എടുക്കുന്നത്, ഇടിയപ്പത്തിനൂടെ കഴിക്കാനാട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പം നമ്മൾ വേറെ പൊടികളൊന്നും, അതായത് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതേപോലെ ചിക്കൻ മസാലപ്പൊടി അങ്ങനെയൊന്നും നമ്മൾ ചേർത്തിട്ടുള്ളത് ഗരം മസാല മാത്രമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.